ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളുള്ളത് ഇടുക്കിയിലാണ്. മോളിത്തെ കാണുന്നത് നിങ്ങളൊരു കണ്ണാണ്, അത് കീച്ചൈനാണ്. ഈവളായാണ് അത്. കണ്ട് കണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇടുക്കി തന്നെയാണുള്ളത്. അപ്പൊ ഇടുക്കിയിൽ നിന്ന് നമ്മള് മൂന്നാർ പോവാ അല്ലേ? മൂന്നാർ പോവാം. നമ്മള് മൂന്നാർ ലക്ഷ്യമാക്കിയാണ് വന്നത്. അപ്പോ ഈ റൂട്ടൊന്ന് കേറി എന്നേ ഉള്ളൂ. ഇടുക്കിയിൽ ഞങ്ങള് കുറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ പ്രതീക്ഷ വന്നു. പക്ഷെ ഞങ്ങളുടെ മണ്ടന്മാരായതുകൊണ്ട് മഴയില്ലാത്തപ്പോ വെള്ളം ഉണ്ടാവില്ലല്ലോ. വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് നേരെ മൂന്നാർ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഇന്നത്തെ പരിപാടി എന്താ? ഇന്ന് ആദ്യത്തെ പരിപാടി നിനക്ക് ചെരുപ്പ് വാങ്ങണം. ചെരുപ്പ് അറിയാത്ത പോലെ എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുക ചെരുപ്പ് വാങ്ങണം എന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് ഞാൻ ആവേശത്തിന് പുറത്തൊരു ഷൂ ഇട്ടിട്ടാണ് ഇറങ്ങി വന്നത്. പക്ഷേ ഇവിടെ പണി കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് ചെരുപ്പിട്ട് നടക്കാനേ പറ്റുന്നുള്ളൂ. ഷൂ ഇട്ട് നടക്കാൻ പറ്റുന്നില്ല, വയൽ വെക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ സെയിം ടൗൺ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെയാണ് വണ്ടി നിർത്തിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴേക്കും ടൗൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ടൊരു ചെരുപ്പ് വാങ്ങാം അല്ലേ? നല്ല വെയിലും നല്ല നട്ടക്കണ്ണ വെയിൽ കേട്ടോ. അതാണ് ഷൂ ഇട്ടിട്ട് നടക്കാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. ഓ, കൊച്ചമ്മയ്ക്ക് പിന്നെ കാലിന് ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ എപ്പോഴും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുതോണി ടൗൺ ആണ് കേട്ടോ. അത്യാവശ്യം വലിയ ടൗൺ ആണല്ലോ, നമ്മുടെ അമ്പലയിലൊക്കെ പോലെ അല്ലേ? ഈ ചെരുപ്പുകളെ തപ്പി നടക്കണം അല്ലേ? അതായത് ഇടുക്കി എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് അപ്പുറത്തായിട്ട്. നമ്മുടെ ഇടുക്കി ഡാമൊക്കെ കാണുന്നേ, അത് വേറെ. എവിടെ ചെരുപ്പടെ എവിടെയാ നോക്കാം ആദ്യം. അപ്പൊ ആൻസിന്റെ ചെരുപ്പെടുക്കൽ കഴിഞ്ഞു. പക്ഷെ ഇവിടത്തെ വേറൊരു വിഷയം ഇതുണ്ടോ, ഭയങ്കര ചെരുപ്പെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് മാറിയിട്ട് സൂപ്പർ. ഇവിടെ വന്നപ്പോ ഇവളാണ് ആദ്യം ചെരുപ്പെടുത്തത്. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതെ, ചേച്ചിക്ക് ഇപ്പൊ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണോ? എനിക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഇഷ്ടമുള്ളൂ. അതൊന്നും ഫ്ലാറ്റ്. അങ്ങനെ ഞങ്ങള് വണ്ടിയിലെത്തിട്ടോ. പാട്ട് കാര്യാക്കണ്ട. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലെത്തി. ഇനി നമ്മൾ നേരെ മൂന്നാർ. അതെ, ഇവിടെ ഇനിയിപ്പോ ഒന്നും കാണാനില്ല എന്ന് ഞങ്ങൾ പറയില്ല. കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും പിന്നെ ട്രക്കിംഗ് ഉണ്ട്. റെയിൻബോ ഏതോ ഓവുചാലിന്ന് പോകുന്ന വെള്ളത്തില്. ഓവുചാലല്ല, പക്ഷെ അത് ഓവുചാലാണ്. പക്ഷെ അതിനകത്ത് ആ വെള്ളം വന്നേക്കുന്ന ഓവുചാലിന്നല്ല. എനിക്ക് തോന്നുന്നു ഏതോ ഇങ്ങനെ തോട്ടീന്നോ അങ്ങനെ എന്തോ കയറി വന്നേക്കുന്ന വെള്ളം. അതിൽ റെയിൻബോ കണ്ടു കേട്ടോ കൊച്ച്. അതിലൊരു പൈപ്പ് വരുന്നുണ്ട്, അത് ലീക്ക് ഉണ്ടായിരുന്നു. അതെ, ഇതൊക്കെയാണ് ഈ ചെറുതോണി ടൗൺ എന്ന് പറയുന്നത് അല്ലേ? അതെ, അപ്പൊ അങ്ങനെയാണ് ഈലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ. ചേട്ടൻ നമ്മുടെ വണ്ടി കണ്ടില്ലേന്ന്? ഇല്ല, തിരിച്ചതാ, താഴേക്ക് തിരിച്ചതാ. ഇച്ചിരി പ്രായമുള്ള ആളെ വിട്ടേക്ക്, പാവം. അടിപൊളി റൂട്ടല്ലേ? ഒരു സൈഡ് ഫുള്ള് പാറയാ. അതെ, ഒരു സൈഡ് ഫുള്ള് കൊക്കെ. ഫയർഫോഴ്സ് ഒക്കെ എങ്ങോട്ടാ ഒന്നും പറയാൻ പറ്റില്ല. ഈ ചൂടുകാലം അല്ലേ, എവിടെയെങ്കിലൊക്കെ കത്തും. പെട്ടെന്ന് നമ്മുടെ നാട്ടിലും ഇതേ അവസ്ഥയല്ലേ? പെട്ടെന്ന് തീ പിടിക്കും എവിടെയെങ്കിലൊക്കെ. ഇത്തിരി ഒന്ന് പിടിച്ചാൽ മതി, ബാക്കി അങ്ങ് പാളുമല്ലേ. കാരണം ഉണങ്ങി കിടക്കുമല്ലേ. അതുപോലെ പാറ അങ്ങനെ ചുട്ടു പഴുത്തല്ലേ നിക്കുന്നത്. പിന്നെ ഈ ഉണങ്ങി നിൽക്കുന്ന കരിയിലേയും കൂടി ആകുമ്പോ സീനാവും. ഇവിടെ പക്ഷെ ഇവിടത്തെ ചൂട് നമ്മുടെ നാട്ടിലെ സെയിം ചൂടാട്ടോ. സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ, അതിലപ്പുറത്തേക്ക് ഒരു ചൂടില്ല. നമുക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോഴേ ആയിരുന്നു നമ്മള് ചത്തു പോകുന്ന ചൂട്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. സമ്മതിക്കണല്ലോ ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ. അവർക്കൊന്നും ചൂടല്ല. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചൂടും. നമുക്ക് ശീലമായതുകൊണ്ട് ഇതൊരു ചൂടായിട്ട് ഫീൽ ചെയ്യില്ല. സഹിച്ചല്ലേ പറ്റുള്ളൂ. മുന്നിലുള്ള പാറയ്ക്ക് അതാ ഞാനും പറയാൻ വന്നേ. ഇതിനൊക്കെ മുകളിൽ നിന്ന് നോക്കണം, അടിപൊളിയായിരിക്കും അല്ലേ? താഴേക്ക് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല രസമായിരിക്കും. പൊളി വ്യൂ ആയിരിക്കും, അതാണ്. അതെ. അപ്പോൾ ഈ കാണുന്നുണ്ടോ, ഇത് നമ്മുടെ പെരിയാറാട്ടോ ഒഴുകുന്നേ. കറക്റ്റ് കാണുന്നുണ്ടോ? നല്ല പച്ച കളർ വെള്ളമാണ്, അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ? നല്ല മൊത്തത്തിൽ പച്ചപ്പായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പെരിയാർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇവിടെ പനംകുട്ടി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളൊന്ന്
കുറച്ച് വെള്ളം മേടിക്കാനായിട്ട് സൈഡാക്കിയത് കേട്ടോ. വെള്ളത്തിന് തണുപ്പ് കൂടുതലാണോ? ഐസും കട്ട പോലത്തെ വെള്ളം. ഐസ് പുള്ളി പറഞ്ഞു ഇപ്പം എല്ലാവർക്കും തണുത്ത വെള്ളം വേണ്ടേ. ഞാൻ പറഞ്ഞു ചൂട് ഭയങ്കര കൂടുതലല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ല, ഇത് ഐസ് കട്ട. ഇങ്ങോട്ട് നോക്ക്. ഓ മൈ ഗോഡ്, ഇതിന് ആ വെയിലത്തോട്ട് നോക്ക്, എന്നിട്ട് കുടിക്കാം. വെള്ളം കുടിക്കാൻ വേണ്ടി ഏറ്റു വന്ന ഒരാള്. പക്ഷെ വെള്ളം കിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ, എന്താ അതിന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസം. പല ഭാവം. നമുക്ക് വല്ല വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോവാട്ടോ. പനംകുട്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാ ഇവിടെ. നമുക്ക് കുഴപ്പമില്ലല്ലോ. നമ്മൾ കേറുന്ന പോലെ ഏതാ? ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. കഞ്ഞിക്കുഴി പെരിയാറ്. മൂന്നാറിൽ നിന്ന് കാണുന്ന ആ വെള്ളം ഒഴുകി വരുന്നത് കറണ്ട് എടുത്തിട്ടുള്ള ബാക്കി വെള്ളമല്ലേ? സംഭവമാണ്. പെരിയാറിൽ വെള്ളം കുറച്ച് കുറവാണല്ലോ. പിന്നെ ഈ ചൂടത്ത് എവിടെ ഇല്ലാണ്ടാവില്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി. അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല. ഇലക്ട്രിസിറ്റിന്റെയും പിന്നെ ഈ ഡാമുകളുടെ ഒന്നും വീഡിയോസ് എടുക്കാൻ പാടില്ല. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, മൂന്നാറിൽ നിന്ന് കാണുന്ന പൈപ്പാണ് അത്. മൂന്നാറിൽ നിന്ന് വരുന്നത്. ഞാൻ അങ്ങ് മേളിൽ തൊട്ട് ഞാൻ പറയുന്നില്ലേ, ആ പൈപ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവിടുന്നൊക്കെ വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് പെരിയാറിൽ ഒഴുക്കി വിടും. അവിടെ നിന്നൊക്കെ ആകെ 10-30 കിലോമീറ്റർ കൂടി ഉള്ളു ഇനി. അത് സത്യം. മൂന്നാറിലേക്ക് അവിടുന്നൊക്കെ പറയണ്ട. അവിടുന്ന് അങ്ങനെ പറയാലോ. ഇവിടെ ഫുള്ള് കൊക്കോയാലേ. കൊക്കോയുണ്ട്, മറ്റേ കശുമാവ് കുറെ സ്ഥലത്ത് കണ്ട്. അതില് മൊത്തം കായായിട്ട് കിടക്കുന്നു. നിലത്ത് കിടക്കുന്നത് പഴുത്തത്. ഞാൻ നിർത്തിയ പോയി പെറക്കിയാലോ? റോഡ് ഗ്യാപ്പില്ല. ചാക്കെങ്കിലും പെറുക്കണം. എന്തായാലും പിടിക്കാൻ പോരു ഇല്ലേ? ചെറുതായിട്ട് പിടിക്കണ്ട. എന്നിട്ട് നമുക്ക് കൊണ്ട് വിൽക്കാം. കശുമാങ്ങ കൊണ്ട് വിൽക്കാം. വോയിസ് എന്താ വരാത്തെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. താഴേക്ക് ഒന്ന് പോയാലോ ആൻസി? പൊളി വൈബ്. ഒന്ന് പോവാട്ടോ, താഴെ ഒന്ന് പോയിട്ട് പോവാം. ഇതിലാണ് താഴേക്ക് ഇറങ്ങുന്നത്. ഞാൻ പോകുമ്പോ വിസ്റ്റിക്കിന്റെ ഇവിടെ വേണേ ഇറങ്ങി കുളിക്കൊക്കെ ചെയ്യാട്ടോ. വെള്ളമില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി കുളിക്കരുത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എന്താ മറ്റേ കനാലിലെ വെള്ളത്തിൽ ഇറങ്ങിയതാ 2 പിള്ളേര്. അതിലൊരുത്ത മരിച്ചു. അതാണ് ഇതിനൊക്കെ എപ്പോഴാ വെള്ളം തുറന്നു വിടാന്നൊന്നും പറയാൻ പറ്റില്ല. കിട്ടിയതിൽ ഒരുത്തനും ജീവനോടെ കിട്ടി, ഒരുത്തനും ജീവൻ ഇല്ലാണ്ടെയും കിട്ടി. വണ്ടി ഇങ്ങ് പൊക്കോട്ടല്ലേ. അത് അറിയുന്ന പിള്ളേരാന്ന് ഓർക്കണം. അവര് പണ്ട് തൊട്ടേ കാലം തൊട്ടേ ഈ കനാലിൽ കളിച്ചു വളർന്നിട്ടുള്ള പിള്ളേര്. പക്ഷെ ജീവൻ എപ്പോ എടുക്കണം എപ്പോ തരണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടാണല്ലോ വിട്ടേക്കുന്നത്. പക്ഷെ നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വെള്ളമില്ല. പക്ഷെ എന്നാലും പാറയുടെ അടി കൂടി ഇടയ്ക്കിടയ്ക്ക് ഓരോ പച്ചപ്പുല്ലുകൾ മാത്രം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി വെള്ളം. നമുക്ക് പോകേണ്ട വഴി ഇതല്ല കേട്ടോ. നമ്മളൊരു ആവേശന്റെ പുറത്ത് ചേട്ടൻ പാലം കൊണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അല്ല, പാല രസമില്ല കാണാൻ. പാല രസമുണ്ട് കാണാൻ. അപ്പൊ നമുക്ക് ഇവിടുന്ന് തിരിക്കാലോ. ഓക്കേ. ഇതൊക്കെ നമ്മൾ പോകുമ്പോ കാണുന്ന ഓരോ സംഭവങ്ങളാണ്. നമുക്ക് ഓരോ സന്തോഷങ്ങൾ. അതെ, ചെറിയ ഓരോ സന്തോഷങ്ങൾ. അതായത് നമ്മള് വന്ന് പാലോട്ടോ. പാല എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പൈപ്പ് 2 കണ്ടോ? 2 സൈഡിലും പൈപ്പാ. അപ്പുറത്തും ഇപ്പുറത്തും പൈപ്പ്. നടുക്ക് റോഡ്. പോവാലോ. ഇനി പോയേക്കാം. പറയണോ. കശുമാവുണ്ട്. കണ്ടില്ല. ഭയങ്കര കശുമാവ്. താഴെയൊക്കെ വെള്ളമുണ്ടല്ലേ? അവിടെ ഒരു കുഴി പോലെ ഉണ്ട് കേട്ടോ. ആ കുഴിയിൽ പോയി ഇറങ്ങാൻ നിൽക്കരുത്. വെള്ളത്തിൽ നമുക്ക് വീട്ടിൽ കുളിക്കാൻ വെള്ളം ഉണ്ടല്ലോ. പിന്നെ എന്തിനാ കുളിച്ചില്ലാന്നല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് പൈപ്പല്ലേ മേളിൽ നിന്ന് പണിയെടുത്ത് ഇറക്കുന്നത്. പുതിയ പൈപ്പ്. അത് ഇതിലേക്ക് ഇറക്കാനാ, ഈ കറണ്ടിന്റെ ഇതിലേക്ക്. അവിടെ KSEBന്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാ നല്ലത്. അത് പഴയ തന്നെയല്ലേ? പഴയതാണോ? അത് ആ പണി നടന്നോണ്ടിരിക്കുന്നത്. പഴയതല്ല, അത് പണി നടന്നോണ്ടിരിക്കുന്നതാ. അതങ്ങനെ എങ്ങനെയല്ലേ അങ്ങനെ പണിത് ഇറക്കുന്നത്? അതൊക്കെ നമ്മുടെ റോട്ടിൽ കയറി. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഒരു കശുമാങ്ങ ഒരെണ്ണം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ പറിച്ചു കൊടുക്കണ്ടേ? കൊറേ നേരമായിട്ട് അത് തന്നെ പറയുന്നു അല്ലേ? കിട്ടുമോ നോക്കി നോക്കും. അപ്പൊ അതെ, കശുമാവ് എന്നും പറഞ്ഞ് ഇറങ്ങിയില്ലേ. മേളിൽ കിടപ്പുണ്ട്, ഇവിടെ ഉണ്ട്. ഇതങ്ങ് പറിക്കേ. എന്നെ കൂടി കൊല്ലുമോ നീ? വടി എറിഞ്ഞ്. അത് ഞാൻ വേണേ ചാടി പറിക്കാം. കിട്ടുമോ? പിന്നെ അത് എത്തൂലടി. ഞാൻ സൂപ്പർമാൻ അല്ലല്ലോ. ഞാൻ അതറിയാം. എൻ്റെ തലയിൽ വീഴും.
ഇടി. ഓ കറക്റ്റ് കിട്ടി, സാധനം കിട്ടി. ഇതല്ല ഇതിനപ്പുറം ആശി പഴയ ഏറുകാരിയാട്ടോ. ഞാൻ ഇനി ഇതിന്റെ മേളിൽ അങ്ങ് മേളിലാണ്, ഇനി കിട്ടൂലേ? ഇനി കിട്ടില്ല. ഞാൻ റോട്ടിൽ നിന്ന് മാക്സിമം കയറ്റി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ കറക്റ്റ് വരയിലാണ് നിൽക്കണേ. അങ്ങനെ ഒരു ഗുണമുണ്ട് ചെറിയ വണ്ടി ആകുമ്പോഴേ അല്ലേ? എന്തിനാ കശുവണ്ടി അതിനാ ചുട്ടു തിന്നാം. ഫോറസ്റ്റിൽ നിന്ന് പറക്കുന്ന മഞ്ഞ ഫോറസ്റ്റുകാർ പിടിക്കുവോ? പിന്നെ ഇത് ഫോറസ്റ്റ് ഒന്നല്ല കേട്ടോ. അല്ലേ? ആണോ? അതേടി, അങ്ങോട്ടൊക്കെ നോക്ക്, പെരിയാറിന്റെ കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പെണ്ണിനെ കൊടുക്കണമെങ്കിൽ പുറത്തിറക്കി കൊടുക്കണം. ആ പുറത്തിറക്കി കൊടുത്താൽ മതി. ആൻസി താഴത്തെ വെള്ളം നോക്കണേ, നല്ല പച്ച കളർ വെള്ളം നോക്ക്. പെരിയാറിലേ വെള്ളം കണ്ടോ, നല്ല പച്ച കളറ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ഇറങ്ങാതിരിക്കും അല്ലേ? അയ്യോ വണ്ടികൾ ചീറി പാഞ്ഞ വരുന്നു ഈ വഴി. കൊടുക്കട്ടെ. ആ ഇത് കറയാണോ? കറയാണോ? കറയാണ്. ഇതും കൊണ്ട് മറ്റേ സാധനം ഉണ്ടാക്കുന്നത്, ഗോവയിലുള്ളൊരു പ്രത്യേകതരം പാനീയം കിട്ടും. ഫെനി. ആ അതിൻ്റെ പേരൊന്നും നീ പറയണമെന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ. സാറിന് ഇഷ്ടപ്പെട്ടില്ല, അത് പറിച്ചു തരത്തല്ലേ, കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിനാണ് ടേസ്റ്റ്. അല്ലാതെ കാണുന്നത്ര കളറുള്ള സാധനത്തിന് വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കണ്ട. കയ്യിലൊരു മണമുണ്ട് പോലും. എക്സസൈസുകാരെങ്ങാൻ പിടിക്കുമോ? അടിപൊളി. എന്നിട്ടാണ് ഇവൾക്ക് അത് ഇഷ്ടപ്പെടാതെ. അതൊക്കെ എന്താന്ന് മനസ്സിലാവണ്ടേ ആദ്യം. കൊച്ചുദ്ദേശിച്ചതേ ഈ മാങ്ങയ്ക്കൊക്കെ വല്ലാത്തൊരു കളർ വരുമ്പത്തെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കൊച്ചു പ്രതീക്ഷിച്ച ടേസ്റ്റ്. പക്ഷെ ഈ ടേസ്റ്റ് കിട്ടത്തില്ല എന്ന് കൊച്ചും അറിയില്ലല്ലോ. എന്റെ തൊണ്ടയൊക്കെ കാറണ്. പോയാലോ എന്നാ? പോവാം. ഇനി നമുക്ക് ചുമപ്പ് കാണുമ്പോ നിർത്താം. ഇത് ചുമപ്പല്ലേ? ഇത് ചുമപ്പ്. മഞ്ഞ കാണുമ്പോ നിർത്താം. മഞ്ഞല്ലേ? പോയാലോ എന്നാ? അപ്പൊ കൊച്ചിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം. കാരണം കൊച്ചു പ്രതീക്ഷിച്ച വലിയ ടേസ്റ്റോ എന്താ കുഴിയിലെങ്ങാനും കൊണ്ടിട്ടാണോ? അല്ല, അതുകൊണ്ട് ഞാൻ മെല്ലെ എടുത്താ. വല്ല കുഴിയൊക്കെ ആണെങ്കിൽ കൊച്ചിന്റെ ഉദ്ദേശിച്ച ടേസ്റ്റ് ഒന്നും വന്നില്ല. കൊച്ചുദ്ദേശിച്ച് ഈ കളർ കാണുമ്പോഴേ ഒരു പൊളി ടേസ്റ്റും പൊളി വൈബാണ് കൊച്ചു ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയുള്ള സാധനം അല്ല ഇതൊന്നും. പിന്നെയാണ് കൊച്ചിന് മനസ്സിലായത്. നമ്മൾ കല്ലാർകുട്ടി ഡാമിന്റെ പുറത്തു കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയല്ലേ? നിറച്ച് വെള്ളം ഇവിടെ കെട്ടി വെച്ചിരിക്കുക. പിന്നെ ഇങ്ങനെ പെരിയാറിലെ വെള്ളം ഉണ്ടാവണം. ഇവിടെ എല്ലാ വെള്ളം കെട്ടി വെച്ചിരിക്കുക. ആവശ്യത്തിന് മാത്രം താഴേക്ക് ഇച്ചിരി വിടുകയുള്ളൂ എന്ന്. ഇവിടുത്തെ ആവശ്യത്തിന് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഇതിനായിരിക്കും വെള്ളം എടുക്കുന്നുണ്ടാവുക. കല്ലാർകുട്ടി അല്ലേ? കല്ലാർകുട്ടി. ഈ റൂട്ട് നമ്മൾ ആദ്യമായിട്ടോ വരുന്നത്. നമ്മളിപ്പോ ഈ ട്രിപ്പ് പോകുന്നത് മൊത്തം ആദ്യമായിട്ട് പോകുന്ന വഴി കൂടിയാ. ഏലൂടെയൊക്കെ കയറി വരുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഗൂഗിൾ അമ്മച്ചി പറയുന്നു നമ്മൾ പോകുന്നു. പക്ഷെ ഇന്നലെയൊക്കെ ചെയ്തത് ഭയങ്കര ചെയ്താ നമ്മളോട്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. കൊണ്ടങ്ങോട്ട് നിർത്തിയിട്ട് പറയുന്ന നേരെ പോയിക്കോളൂ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയും. അവിടെ ചെല്ലുമ്പോ വെള്ളവും ഉണ്ടാവില്ല, വിറകും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതൊരു സ്ഥലമായിരിക്കും. ഫുള്ള് ചോരാണല്ലേ? മൂന്നാറ് വരെ കേറി കേറി മടുത്തത് പോലെ. അത് ഈ വെയിലിന്റെ വെയിൽ കാരണം ഭയങ്കര മടുപ്പ് കേട്ടോ. സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കാണാനൊക്കെ. പക്ഷെ അതല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം എന്താ അറിയോ? എല്ലാം ഭിത്തിപ്പുറത്ത് കൂടി ഓരോരുത്തർ ചിരിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഇലക്ഷൻ അങ്ങ് കഴിഞ്ഞാ ഈ ചിരി അതുവരെ ഉണ്ടാവും. ഏത് പാർട്ടി ജയിക്കൂലേ? ഏത് പാർട്ടി ജയിക്കൂലേ? ഒന്നും പറയാൻ പറ്റില്ല. ഏത് പാർട്ടി വേണമെങ്കിലും ജയിക്കട്ടെ. ആരും ജയിച്ചാലും കുഴപ്പമില്ല. കഞ്ഞി വെക്കണമെങ്കിൽ നമ്മൾ സ്വന്തം അധ്വാനിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. പാർട്ടി ബേസ് ഉണ്ട് മാത്രം, അല്ലാണ്ട് നമുക്ക് വേറെ എന്ത് ഉപകാരമുള്ള. എല്ലാരും കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയൊക്കെ ആലോചിച്ച് എല്ലാരും വോട്ടൊക്കെ ചെയ്യാ അല്ലേ? അതിലിപ്പോ ഞങ്ങൾ ഒരു പാർട്ടിനെയും അനുകൂലിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നതെന്ന് തീരുമാനമുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങൾ. സ്ഥലം അടിപൊളിയില്ലേ? മൊത്തം ഈ നമ്മുടെ നാട്ടിലെ ആ ഒരു വൈബാ വയനാട് അതുപോലെ. പക്ഷെ വയനാട് പോലെ അല്ല ഇവിടെ. ഇവിടെ കുറച്ചും കൂടി കുന്നും മലയും കൂടുതലാ. അങ്ങനെയല്ല, ഇവിടുത്തെ കൂടുതലും കൃഷി കൊക്കോ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ്. ഈ കശുമാവ്, പിന്നെ കാണുന്നുണ്ട് ജാതി കാണുന്നുണ്ട്, പിന്നെ ഏലം. അടിപൊളിയാണ് സംഭവം. രസമുള്ള സ്ഥലം. ആ തണുപ്പ് തന്നെ എങ്കിലും അതിന്റെ ഒരു പക്ഷെ ഇന്നലെ രാത്രി ഒന്നും വലിയ തണുപ്പില്ല. അല്ല, വലിയ ചൂടുമില്ല, വലിയ തണുപ്പില്ല. അങ്ങനത്തെ നാട്ടിലത്തെ കാലാവസ്ഥ. എനിക്ക് തോന്നുന്നത് നമ്മുടെ വയനാട്ടിലെ തണുപ്പുണ്ടോ ഇപ്പോ രാത്രിക്ക്? മറ്റേ
നമ്മുടെയും ഹൈ ഹിൽ സ്റ്റേഷനുകളിൽ പോയാൽ നല്ല തണുപ്പുണ്ട്. അപ്പൊ നമ്മളങ്ങനെ സെങ്കുളം ഡാമിന്റെ മുകളിലെത്തിട്ടോ. ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്റ്റ് ആണ് ഇതൊക്കെ. താഴേക്ക് ഒരു തരി പോലും വെള്ളമില്ല. എന്റെ അമ്മൂന്റെ കൈ അതെ, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അത് ഇവിടുന്ന് തുറന്നു വിട്ടെങ്കിലേ വെള്ളം അങ്ങനെ ഒരു ഇതുണ്ട് അതിന്. താഴെ ഫുള്ള് തോട്ടമാണോ? ഏലക്ക. ഏലക്കേ? ഏലം തോട്ടം. ഏലമലം കാട്ടില്ലേ തോട്ടം. അങ്ങനെ ഞങ്ങൾ അഞ്ചൽ എത്തിട്ടോ. അഞ്ചൽ അയ്യോ ഫുള്ള് ബ്ലോക്ക് ആണല്ലോ. ഇവിടെ ഭയങ്കര തിരക്കാ. ഇവിടുത്തെ കടകളെല്ലാം അടച്ചിട്ടേക്കുക, ഹോട്ടലുകളൊക്കെ. എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഈ ഹോട്ടൽ അടച്ചിട്ടില്ല. ആ ഹോട്ടൽ അടച്ചിട്ടില്ല. കുഞ്ഞാറ്റ നല്ല ഉറക്കമാണല്ലോ. ഫുഡൊന്നും മേടിച്ചു കൊടുക്കണേ തന്നെ ഉണ്ടാക്കി കഴിക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. കാരണം അറിയോ, ഈ വെയിലത്ത് നിന്നിട്ട് എങ്ങനെ ഉണ്ടാക്കും? വല്ല ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളും കൂടെ അതിന്റെ കൂടെ പോയി ചപ്പാത്തിയാവും. നമ്മളും ചപ്പാത്തിയോ? ഞാൻ പിന്നെ മാക്സിമം അത് തീർക്കാതിരിക്കാനാ നോക്കുന്നത്. ആ ഗ്യാസ് വീട്ടിൽ ചെന്ന് ഗ്യാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാ. ചായപ്പത്തി വെയിലുള്ളുക. ഹെൽമെറ്റ് ഇട് ചേട്ടാ. അതൊന്നും പറ്റില്ല. ഇത് നിങ്ങളുടെ വിദേശമല്ല, ഇത് കേരളമാണ്. പഴം തിന്നാണ്. അപ്പൊ നമ്മളങ്ങനെ മൂന്നാറിന്റെ തനതായ കാഴ്ചകളിലേക്ക് എത്തി അല്ലേ? അതെ, തേയിലത്തോട്ടം. ഇവിടെ ഇപ്പൊ തേയിലത്തോട്ടം മാത്രല്ല കേട്ടോ. ഇതാണ് പുള്ളിവാസൽ എസ്റ്റേറ്റ്. പുള്ളിവാസൽ. അമ്മേ, തേയിലത്തോട്ടങ്ങളൊക്കെ കരിഞ്ഞുണങ്ങിയ പോലെ ആയിപ്പോയല്ലോ. പിന്നെ നട്ടക്കണ വെയിലത്തൊന്ന് തണുത്ത് പോലെ നമ്മളെ തന്നെ നാണം കെടുത്തുള്ള ദൈവമേന്ന് നോക്കണ്ട. വീട്ടിൽ ഇരുന്നപ്പോ ചുമ്മാ റെഡി ഫോട്ടോ ഹിയർ. വേണ്ട, ഫോട്ടോ എടുത്തു തരും. വേണ്ട, നമുക്കറിയാലോ നമ്മുടെ ക്യാമറയിൽ എടുക്കാൻ അല്ലേ? അല്ല, നമ്മൾ എടുക്കുന്ന പോലെ അല്ല, അവരെടുത്തു തരുമ്പോ അതിന്റേതായ ഒരു ഭംഗിയായിട്ട് എടുത്തു തരും. ഫോട്ടോസും അതുപോലെ ആയിരിക്കും. അതെ, നമ്മൾ എടുക്കുന്ന പോലെ ഊള ഫോട്ടോ ആയിരിക്കില്ല. അല്ല, അധികം പൈസ ഇല്ലല്ലോ ഇതിന്. പൈസ കുറവാ. 10-40 രൂപ 50 രൂപയ്ക്കല്ലേ ഉള്ളൂ. 50 ആണോന്ന് അറിയില്ല. 100 രൂപയുടെ ഉള്ളിലല്ലേ ഉള്ളൂ എന്തായാലും. കാരണം ഞാൻ മറ്റേ എവിടെയോ പോയപ്പോ എടുത്ത എനിക്ക് ഓർമ്മയുണ്ട്. 100 രൂപയ്ക്ക് കൊച്ചിന്റെ ഫോട്ടോ നമ്മൾ എടുത്ത ഓർമ്മയില്ലേ? ഇതാണ് ഫോട്ടോയാണ്. ഇത് നോക്കൂ, സൂപ്പർ. ഇത് നല്ല അടിപൊളിയല്ലേ? ഇതൊരു പച്ചപ്പുണ്ടല്ലോ. അതെ, ഇതിന് ഭംഗിയുണ്ട്. നമുക്ക് ഇവിടെ ടോപ്പ് സ്റ്റേഷൻ ഒന്ന് പോയി നോക്കണം. കാലാവസ്ഥ എന്താണെന്ന് അറിയാലോ. കുറച്ച് കഴിയുമ്പോ ചിലപ്പോ തണുപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നല്ല ചൂടാ. പുറത്ത് നല്ല ചൂട് കാറ്റടിയാണ്. അപ്പൊ ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. നമ്മുടെ മൂന്നാറിലൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ തേയിലത്തോട്ടങ്ങൾ നമ്മൾ എന്തായാലും ഒന്ന് കണ്ട് മഞ്ഞളിപ്പിക്കും. നല്ല ഫുള്ള് പച്ചപ്പായിട്ട് ഇങ്ങനെ സുന്ദരിയായിട്ട് കിടക്കുന്നതാണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് അടിപൊളിയാണ്. വെയിലുണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു കാഴ്ച തന്നെയാണ്. ഇത് നമ്മുടെ പൈപ്പല്ലേ അല്ലേ? നമ്മള് താഴെ കണ്ട പൈപ്പ്. പക്ഷെ ഇവിടെ 4 ഉണ്ട്. താഴെ 4 ആണോ? കൊള്ളാം. അത് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുത്ത് അവിടെ കറണ്ട്, അവിടെ ഇത്രയും ദൂരം ആ വെള്ളം പോകുന്നുണ്ട്. പിന്നെ ചൂട്, നല്ല ചൂട് പഴുത്ത വെള്ളമായിരിക്കും. നല്ല ഇത് വേണം, നല്ല ഫോഴ്സിൽ വെള്ളം ചെന്നെങ്കിൽ മാത്രമേ ഈ ടർബൈൻ കറങ്ങുള്ളൂ. അത് കറങ്ങുന്ന അനുസരിച്ചാണ് കറണ്ട് സെറ്റ് ആവുക, കറണ്ട് ഉണ്ടാവുക. അപ്പൊ പുതിയതൊക്കെ അവിടെ ചെയ്യുന്നത് കണ്ടില്ലേ? ഇത് പോണോ ഹരിയാന വണ്ടിയാ. വെൽഫെയർ നമ്മുടെ നാട്ടിലുണ്ടേ. ഭയങ്കര പ്രശ്നമാ വണ്ടി, ഭയങ്കര പൈസയാ. നമ്മളെ കൂടെ ഒന്നും താങ്ങില്ല, താങ്ങുന്നവരെ കൂടെ താങ്ങുമല്ലോ. അതത്രേ ഉള്ളൂ. അത് മതി, നമുക്ക് കാണാലോ. അവര് വാങ്ങുന്നു, നമ്മൾ കാണുന്നു, അത്രേ ഉള്ളൂ. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴത്തെ വഴിയല്ല, നല്ല വീതിയൊക്കെ കൂട്ടിയാൽ അടിപൊളി വഴിയാക്കാണ്, സെറ്റ് ചെയ്യാണ്. അതായത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി സൈഡൊക്കെ കെട്ടി സെറ്റ് ആക്കാണ്. ടൂറിസ്റ്റുകാർ വരുന്നോണ്ടേ. അല്ല, വഴി എപ്പോഴും നല്ലതായിരിക്കണം. അതിലാണ് ആൾക്കാർക്ക് ഇപ്പൊ ചിലര് വഴി മോശമാണെങ്കിൽ വാഗമരത്തിൻ ചോട്ടിലിരുന്ന്. അത് വേണോ? ഇതിന്റെ ഗ്ലാസ് ഇങ്ങനെയാ. അത് വേണോ? ഗ്ലാസ് നോക്ക്, വെള്ളം വേണം ഇവിടുന്ന്. ആ പാട്ട് വേണോ? നല്ല ചെളിയുള്ള വേണ്ടല്ലേ? വേണ്ട വേണ്ട വേണ്ട, കാരണം അത് നമുക്കും ഒരു ബുദ്ധിമുട്ടാവും, കേൾക്കുന്നവർക്കും അത് അതിലും വലിയ ബുദ്ധിമുട്ടാവുക. അതെ. വാഗയുടെ കാര്യം പറഞ്ഞു വന്നതാണേ. ഇത് കണ്ടോ,
വാഗയിലയില്ല, പൂ മാത്രം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണേ. മൊത്തം കാണാൻ നല്ല രസമുണ്ട്. പൂ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്തൊരു ഭംഗിയാ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ലേ. ഞാൻ പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം കണ്ട് ഇറങ്ങി അറിയാതെ കാണിച്ചു പോവാ കേട്ടോ. സൂപ്പർ. ഈ മലയൊക്കെ കാണാൻ വല്ലാത്തൊരു വൈബല്ലേ. അതിന് അവിടെ ഒരു ഇത് കണ്ടോ, റെസ്റ്റോറന്റ് അല്ല ഇതാന്ന് തോന്നുന്നല്ലേ, റിസോർട്ട് വല്ലതും വരുന്നതായിരിക്കും. അവിടെ പോയി ഒരു ദിവസം നിക്കണം. ഇപ്പഴല്ല, മഴയുള്ളപ്പോ. അമ്മേ, നിങ്ങൾക്ക് ജീവിക്കണം ആഗ്രഹമില്ല. അതൊന്നും അങ്ങനെ പോവില്ല. പോന്നാൽ ചെറിയ ബ്ലോക്കാ മുന്നിലാ മറ്റേ എന്താ പറയാ, അതുകൊണ്ടല്ലേ ഇവിടെ സിമെന്റ് മിഷൻ പോകുന്നുണ്ട്. അതല്ലടി, റോഡ് പണിയാ. ആണോ? അല്ല, അതിന്റെ അല്ല, മുന്നിലാ സിമെന്റ് മിഷൻ പോകുന്നതിന്റെ ആയിരിക്കും ചിലപ്പോ. അല്ലെന്ന്, ഇത് മറ്റേ ബോബ്കാറ്റ് ഇവിടെ ടാറിങ് ഇടുന്നുണ്ട്. ടാറിങ് ഇടുന്നതിന്റെ അല്ലേ. നമ്മുടെ സൈഡിൽ കൂടി വലിയൊരു വണ്ടി പോകുന്നുണ്ട്, കാണുന്നുണ്ടോ? അത് കാണുന്നുണ്ട്. ഓ, അത് വെക്കുന്നോടെ മൊത്തം പൊളിഞ്ഞു പോകുന്നുണ്ട്. സാധനം റോട്ടിൽ കൂടി ഓടിക്കാൻ പാടില്ലെന്നാ, റോഡ് പൊളിയും. ചില്ലറ സാധനം ഇത് തട്ടിയേക്ക് പോയി. ഇത് ക്ലിയർ ചെയ്താൽ മാത്രം മതിയില്ലേ. ഇനി വണ്ടി നിന്നിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ അവര് ചെയ്യും. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു സൈഡായിട്ടാ വിടുന്നത് അല്ലേ. യെസ്, അതുകൊണ്ടാണ് അവിടെ മാത്രം ഒരു മാപ്പിൽ നോക്കുമ്പോൾ അവിടെ റെഡാ കാണിക്കുന്നത്. ആണോ? അപ്പൊ നമ്മൾ അങ്ങനെ മൂന്നാറിലെത്തിയില്ലേ. മൂന്നാറിലെത്തി. കാഴ്ചകൾക്കൊന്നും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓഫ് സീസൺ ആണെങ്കിൽ പോലെ. അതെ, കാഴ്ചകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ പക്ഷെ ഒരു പ്രത്യേക കാഴ്ചയുള്ള ഒരു സമയങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം അല്ലേ. നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാവേ കാഴ്ച എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ലക്ഷ്യം വെച്ച് പോകുന്നത് ലക്കം വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അതിലൊക്കെ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. കാരണം വേറൊരു സംഭവം കാണിച്ചു തരാം. ആ റൂട്ടിലാണ് നമുക്ക് കാണാനുള്ള സംഭവം ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാവേ. ഇപ്പൊ ആ വണ്ടി ഇടിച്ചേനല്ലോ ആ ബൈക്കുകാര്. കാരണം കാറുകാരൻ അങ്ങനെ കൊണ്ടുപോയി ചവിട്ടി. പുള്ളി ഇങ്ങനെ പെട്ടെന്ന് നിർത്തുന്നു. റൂംസ് ഒക്കെ ആയിരിക്കും. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആകാനുള്ളൊരു കാരണം ഈ ചേട്ടനാണ്. ചേട്ടൻ ഫോൺ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ചേട്ടൻ വളച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിലാണ്. പുള്ളി എടുത്തെന്നാലും നിസാരം. അപ്പത്തേക്ക് നമ്മുടെ ബേക്കിലുള്ള ആൾക്കാർ ചുമ്മാ ഓഫ് സീസൺ ആണ്. അന്നേരത്തേക്ക് വണ്ടികൾ എത്ര വന്നേന്ന് നോക്കി. ഓഫ് സീസൺ ആണ്, അതാ സത്യം. ഓഫ് സീസൺ ആണെന്നുള്ളതാണ് ഇതിലെ സത്യാവസ്ഥ. അപ്പൊ ഇവിടുത്തെ മെയിൻ സീസൺ ഒക്കെ എന്തൊക്കെയാ അവസ്ഥ? തണുപ്പ്. സീസണിൽ നമ്മൾ കണ്ടാണ് റോഡിലേക്ക് വണ്ടി നിർക്കാൻ പറ്റാണ്ട് അതെ വണ്ടികൾ മുഴുവൻ ബ്ലോക്ക് ആയിട്ട് ഇവിടെ കിടക്കുന്ന ഓർമ്മയുണ്ടോ? അത് സീസൺ ടൈം ആയിരുന്നു. അതാണ് കുമളി റൂട്ടൊക്കെയാണ് അത്. കുമളി എന്ത് ഈ ഏരിയയിലായിരുന്നു നമ്മൾ അന്ന്. ആ കടകളൊക്കെ തുറന്നു കേട്ടോ. മഴക്കാലത്ത് നമ്മൾ വന്നേ ബിരിയാണി ഉണ്ടാക്കിയത്, നമ്മുടെ കുക്കർ ബിരിയാണി സ്പെഷ്യൽ ഉണ്ടാക്കി കഴിച്ചത് ഈ കടയായിരുന്നു. പക്ഷെ അത് പൂട്ടി കിടക്കുന്നത്. അത് പൂട്ടി തന്നെ കിടക്കുന്നത്, അത് തുറന്നിട്ടില്ല. അപ്പൊ അത് പൂട്ടിപ്പോയ കടയാ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂർ റൂട്ടിലാണ് കേട്ടോ. മറയൂരിലാണ് നമ്മളെ കാത്തിരിക്കുന്ന വസന്തം ഇരിക്കുന്നത് അല്ലെ. 2 മാസം മാത്രം ആണ് ഈ വസന്തത്തിന് കാലാവധി ഉള്ളൂ. പക്ഷേ എസ്റ്റേറ്റിന്റെ വണ്ടിയല്ലേ, തേയിലോണ്ടാണല്ലേ. നമ്മള് താഴേന്നൊക്കെ ആ പൂ കാണിച്ചു. അതെ, ആ പൂ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. കാണാൻ നല്ല ഭംഗിയായതുകൊണ്ടും അതെ ഒരു ഏരിയ മുഴുവനും ഒരേപോലെ ഉള്ളത് കൊണ്ടുമാണ് നമ്മളിപ്പോ പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് പോലും നമുക്കറിയില്ല. സത്യസന്ധമായിട്ട് പറയാലോ അല്ലേ. കൊഴിഞ്ഞു പോയോ സാധനമുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇതൊരു ഫാക്ടറി അല്ലേ, ടീ ഫാക്ടറി, കന്യാമലൈ ഫാക്ടറി. അതായത് നമ്മൾ ഇവിടെ ഊട്ടിയിലും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ. ഫാക്ടറികള്, തേയില ഫാക്ടറികൾ. അടിപൊളി കാലാവസ്ഥ, നല്ല തണുപ്പുണ്ട് കേട്ടോ. നീ പറഞ്ഞ കൊങ്ങിണി ഫുള്ള് അങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയില് കാണാൻ. വേലിയാക്കി വെച്ചേക്കുന്നുണ്ടോ, നല്ല ഭംഗിയില് വെട്ടി. അപ്പൊ പൂ മാത്രം നിൽക്കും മുകളിൽ. നല്ല രസം കാണാൻ. ഇത് മില്ലാണോ അതോ ഇങ്ങോട്ട് ആനയൊക്കെ വരുമോ? വിറക്. ഇത് മില്ലല്ല, അത് അല്ല, അത് ഫാക്ടറിയിലേക്കുള്ള വിറകാ. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അറിയാം. ഇരവിക്കുളം പാർക്കിലേക്ക് 6 കിലോമീറ്റർ കൂടി ഉള്ളൂ. കണ്ടാൻസി, കണ്ടെത്താ ദൂരം വരെ
തേയിലത്തോട്ടങ്ങൾ അതിന്റെ പുറകിൽ നമ്മുടെ മലയിൽ നിൽക്കുന്നുണ്ടോ? അടിപൊളി വ്യൂ അല്ലേ നോക്കി. നല്ല പച്ചപ്പ്. അതെ, മൊട്ടക്കുന്നിന്റെ ഒക്കെ ഒരു ഭംഗി പോലെ ഉണ്ട് ഇത് കാണുമ്പോഴേ. അത് മൊട്ടക്കുന്നല്ല, തേയിലയാണ്. അതന്നെ, മൊട്ടക്കുന്നില് മറ്റേ പുല്ല് പിടിച്ച് കിടക്കുന്ന പോലെ ഉണ്ട്. എല്ലാ വണ്ടിയിലും ഇനി എഴുതിയേക്കുന്ന എന്താ അറിയോ? ഇലക്ഷൻ അർജന്റ് ആയിട്ട് ഇലക്ഷൻ നടത്തണം. ഡേറ്റ് കാര്യങ്ങളൊന്നും നമ്മള് തീരുമാനിക്കും, പെട്ടെന്ന് നടത്തിയേക്കാം. അതെ. അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ ആ ഓട്ടോറിക്ഷന്റെ ടയർ ഇരിക്കണം കേട്ടോ, പറ്റ ചെരിഞ്ഞിട്ടല്ലേ. അതെന്താണെന്നറിയോ? ലോഡ് കയറുന്ന അനുസരിച്ച് ആ ടയർ നേരെയാവും. അങ്ങനെ ചെയ്തേക്കുന്നവര്. അതായത് ഈ കാണുന്നതെന്ന് പറഞ്ഞ ഇത് കണ്ടോ ആ തേയിലത്തോട്ടങ്ങള്, ഇത് ഫുള്ള് കണ്ണൻദേവനാണ്. കണ്ണൻദേവൻ മലനിരകളാണ് ഇതൊക്കെ. ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ നമുക്കൊരു ചായ കുടിച്ച് നോക്കായിരുന്നു രുചി ഉണ്ടോ എന്നുള്ളത് അല്ലേ. പക്ഷെ കണ്ണൻദേവന്റെ കിട്ടണം. ഇത് കണ്ടോ, ഇതേപോലെ ചെറിയ ചെറിയ പള്ളികൾ ഉണ്ടാവും. CSI ചർച്ചാണ് കൂടുതൽ ഉണ്ടാവുക. എന്താ കുഞ്ഞാ? അതൊക്കെ ഒരു സംഭവമാണ്. എന്റെ കുത്തുമണി ആയിട്ടില്ല. ഇപ്പൊ കളിച്ചും ചിരിച്ചും ഞങ്ങളുടെ കൂടെ നടക്കാനുള്ള പ്രായമായിട്ടുള്ളൂ. അതെ, സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാ എല്ലാം എന്റെ കുഞ്ഞിന് പഠിക്കാം. ആനയല്ലേ? ഇവിടെയല്ല, ഇതൊരു വെറൈറ്റി പൂവാണല്ലോ. സൈഡിൽ കൂടെ ഉള്ളതല്ലേ? രണ്ട് സൈഡിലും നിറച്ചു പൂവ്, ഒരേ വെള്ള കളറില്. ഓ, ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പച്ചേന്റെ ഇടയിൽ കൂടെ കാണുമ്പോഴേ അതാണ് ഈ ഒരു ടൈമിന്റെ പ്രത്യേകതയെ. ഈ കാലാവസ്ഥ ഇങ്ങനെ നിക്കുന്നോണ്ട് നല്ല വ്യൂ ആണ്. ഇവിടെ ഒരു ഇടിച്ചിലുണ്ടായിരുന്നു, ചെറിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടായതായിരിക്കില്ല, റെഡിയാക്കാത്തതായിരിക്കും. മഴയത്തോ മഴ കഴിഞ്ഞിട്ട് ഇത് മൊത്തം പൂവാണല്ലോ. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു തരം പൂവാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ വെളുത്തിരിക്കുന്ന കൂട്ടായിട്ട് നിൽക്കുമ്പോ നല്ല രസമാണ്. എന്താലേ അരി വേണ്ട. അപ്പൊ ഞങ്ങൾ അങ്ങനെ തലയാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിട്ടോ. അപ്പോൾ തലയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ നിർത്താനുള്ള കാരണം, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ വസന്തം ഇതാണ്. ഇത് കണ്ട, അതായത് നീല വസന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോക്കിയാൽ ഇത് ഫുള്ള് നമ്മുടെ വാഗയാണ് കേട്ടോ ഈ പൂത്ത് നിൽക്കുന്നത്. ഇപ്പോഴും ക്ലിയർ ആവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഇങ്ങോട്ടൊന്ന് കയറി നോക്കട്ടെ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഈ കളർ എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. ഓ, രക്ഷയില്ല കേട്ടോ. അയ്യോ, ഇതിൻ്റെ കുറേ മരങ്ങൾ അപ്പുറത്തേക്കുണ്ട്. അത് കാണാനാണ് നമ്മൾ ശരിക്കും പോകുന്നത്. ശരിക്കും ഒരു 2 മാസം മാത്രമേ ഇത് നിൽക്കുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ പൂവിൻ്റെ ഇത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഇലകളൊക്കെ വന്ന് സാധാ മരം പോലെയാവും. ഇപ്പം കണ്ടില്ല എങ്ങനെ നിൽക്കുന്നതെന്ന്. ആരെങ്കിലും എന്നെ ഓടിക്കുമോ എന്നുള്ളതാണ്. ഇവിടെയൊക്കെ വീണ് കിടക്കും കേട്ടോ. യെസ്, ഇതെന്താ എന്തോരാണെന്ന് നോക്കിയേ. ഇല പോലും കാണുന്നില്ല, അങ്ങനെ പൂത്തേക്കുന്നത്. ഈ മരത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ പരീക്ഷേൻ്റെ സമയത്ത് ഇത് പൂക്കുന്നതുകൊണ്ട് ചിലർ പറയുന്നത് ഇത് ഈ പൂവ് ഒരെണ്ണം കയ്യിൽ വെച്ചിട്ട് പോയാൽ പരീക്ഷയിൽ പാസ്സാവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. നമ്മളെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാവും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ചും കൂടി നല്ല വ്യൂ ഉള്ള മരം കിട്ടുമ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകാമെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മളിന്ന് വീഡിയോയിൽ കുറേ കാണിച്ചത്. ഓ, പൊളി. ഇച്ചിരി വെയിലായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായി. ഇതൊക്കെ ലോക്കാക്കിയിട്ടിരിക്കണേ. ഇതെന്താ ലോക്കൊക്കെ ആക്കിയിട്ടിരിക്കണേ? കണ്ടോ മരം? കണ്ടോ? പരീക്ഷ എഴുതാൻ നേരത്തെ പരീക്ഷ മരം എന്നൊക്കെ പറയുന്നേ. പരീക്ഷ എഴുതാൻ നേരത്തെ ഇത് കയ്യിൽ വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ് ജയിക്കുന്ന. ഇതൊക്കെ ഞാൻ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ വല്ല MBBS ഒക്കെ ആയനെ. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ പോവാ. ഇത് കണ്ടോ, വേറൊരു മരം കൂടി കിട്ടി. അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ താഴെ ഈ ഫുൾ പച്ചപ്പും അതിൻ്റെ കൂടെ ഈ പൂ അങ്ങ് കാണുമ്പോൾ എൻ്റെ പൊന്നെ
ഒരു രക്ഷയില്ല കേട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ള് ആ പൂവാണ്. നമുക്ക് അങ്ങോട്ട് പോയി തന്നെ കാണാം കേട്ടോ. ഈ ഒരു ഭംഗിയല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ മരമുണ്ട്. അതുകൊണ്ട് ഈ താഴെയൊക്കെ അത് തന്നെ കേട്ടോ. അതൊക്കെ നമ്മുടെ അവിടെ ഉണ്ട്. ഇടയ്ക്ക് ഓരോന്നൊക്കെ നമ്മുടെ അമ്പലയിൽ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പലയിൽ എത്തുന്നതിന് മുമ്പ് വലിയൊരു മരമുണ്ട്. മനസ്സി ഈ സെയിം സാധനമാണ് നമ്മുടെ അമ്പലയിൽ എത്തുന്നതിന് മുമ്പ് കണ്ടിട്ടില്ലേ, വലിയൊരു മരം. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ മരമുണ്ട്, നിറച്ചുണ്ട്. പോവാ. അപ്പൊ നമ്മൾ വന്നത് വെറുതെ ആയില്ല. എപ്പോഴും നമ്മള് എന്തെങ്കിലും ഒരു പണി കിട്ടി തിരിച്ചു വെക്കാറുണ്ടോ? അതെ, ഇവിടെ തന്നെ ഇപ്പൊ 2-3 മരം നിൽപ്പുണ്ട്. താഴെയുണ്ട് മരം. പോയി നോക്കാം. പുക ഇതിപ്പോ നമ്മള് കാണാൻ വന്നത് നമുക്ക് പൂവസന്തം തന്നെ വന്നല്ലോ. വാവ്, അങ്ങോട്ടൊക്കെ അടിപൊളി. കുഞ്ഞാറ്റ് ഇറങ്ങിക്കോ. ഇവിടെ ഒന്ന് നിർത്തിയിട്ട് കണ്ടിട്ടേ ഇന്ന് എന്തായാലും ഇന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. സാധാരണ നമ്മൾ എന്തെങ്കിലും കാണാനോ എന്തിനെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് കാണാൻ പറ്റലുള്ളതല്ല. ഇന്നലെ തന്നെ കണ്ടില്ലേ, ഇന്നലെ ഫുള്ള് പാളിച്ചു. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഫുള്ള് ഇത് തന്നെ, രക്ഷയില്ല. ഇറങ്ങും. ഇത് വല്ലാത്തൊരു കാഴ്ചയാണല്ലോ മോനെ. അത് ഈ കളറേ, അതെ അതാണ്. ഇത് ഈ താഴേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ആ കാർ, അതിന്റെ ചോട്ടിലൊരു കാറ് കിടക്കുന്നുണ്ടോ? അത് ഞാൻ കണ്ടു. ഭംഗി ആസ്വദിച്ച് പോയതാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആണോ? ആസ്വദിച്ച് താഴെ എത്തി കാണൂലേ? അത് കുറച്ച് നാളുകൾക്ക് മുന്നുള്ള വണ്ടി കേട്ടെ. ആണോ? ഒന്ന് സൂം ചെയ്ത് നോക്കാം, വണ്ടി കാണുന്നുണ്ടോന്ന്. പിന്നെ സൂം ചെയ്യുന്നു വേണ്ട, വണ്ടി കാണുന്നുണ്ട്. ഇത് നടക്കുന്നു. ഈ പച്ചയിലാകുമ്പോ ക്ലിയർ ആയിട്ട് കാണുവേ. ശരിക്കും ഇതാണ് നമ്മുടെ അങ്ങോട്ട് പോവാ, മൂന്നാറിന്റെ നീല വസന്തം അല്ലേ? അത് കൊള്ളാം, വല്ലാത്തൊരു വസന്തം തന്നെ. മരം കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ ഇത് മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ഇപ്പൊ അങ്ങനെ അത് മാത്രമേ കാണിക്കാനുണ്ടാവുള്ളൂ. അതായത് വാഗയാണ് ഇത്, വാഗ. ഒരു വീഡിയോ ഫുള്ള് വേണമെങ്കിൽ മരം കാണിച്ചു തന്നെ നിർത്തണം. അത്രയും. പക്ഷെ അത്രയ്ക്ക് ഭംഗിയാണ്. നമുക്ക് അങ്ങോട്ട് താഴേക്കൊരു 5-6 മരം ഒരുമിച്ച് നിൽപ്പുണ്ട്. അങ്ങനത്തെ 5-6 മരങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന കാണാനാണ് ഒരു ഭംഗി. വെയിലുണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് പോകുക കേട്ടോ. കാരണം എന്താണെന്ന് അറിയാം, ഇത് നോക്കി താഴെ ഫുള്ള് ഈ വാഗ തന്നെ അങ്ങനെ പൂത്ത് നിൽക്കുക. അത് നോക്കി ഇവിടെയൊക്കെ ഫുള്ള് വാഗ. എന്ത് ഇതില്ലേ, എന്ത് പറഞ്ഞാലും ആൻസി ആ ടീമിനെ പിടിച്ചേ. ഇതിൻ്റെ ഭംഗിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അമ്മാതിരി സംഭവം തന്നെ. അതൊക്കെ പ്രതിഭാസമാണിത്. എൻ്റെ അമ്മേ, ഈ ഭംഗിയൊന്നും നേരിട്ട് വന്ന് തന്നെ കാണണം കേട്ടോ. ഇതെന്നാ പൂ പറക്കുവാണ് ഇവിടുന്ന്. പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. താഴേക്ക് വയ്ക്കേ. പക്ഷെ ആ വെയിലടിക്കുന്നോണ്ടേ കറക്റ്റ് ഒരു ഭംഗി കിട്ടുന്നില്ല. എസ്റ്റേറ്റിലേക്ക് വിറകുമായിട്ട് പോകുന്നത്. അതായത് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഒരു ചേട്ടനെ നിർത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോന്ന് അറിയാം. കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങണ്ടല്ലോ, കണ്ടാസ്വദിക്കാം. മനസ്സിലാവും നമുക്ക്. കളർ മനസ്സിലാവണില്ലേ? ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട്. അത് ഈ വെയിലടിച്ചിട്ടാണ് നമുക്ക് അറിയാതിരുന്നത്. താഴെ അതൊക്കെ അറിയുന്നില്ല വെയിൽ കാരണം. ഇത് പക്ഷെ നല്ല ഭംഗിയുണ്ട്. ആ 3 മരം ഒരുമിച്ച് താഴെയല്ലേ, താഴെ നല്ല കളറുണ്ട്. കയ്യിൽ മാത്രമല്ല, കുഞ്ഞാറ്റയ്ക്ക് ഇതാണ് കീശ നിറച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് ചേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ ഇതിൽ ഫുള്ളും മരുന്നടിച്ചിട്ടുണ്ടേ. അപ്പോൾ മരുന്നടിച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അലർജി പ്രശ്നം വരും. അതുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങരുതെന്ന് പറയുന്നത് കേട്ടോ. നോക്കാൻസി നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഇതൊക്കെ ഈ ഒരു സൈഡ് നമ്മളിപ്പോൾ അപ്പുറത്ത് നിന്ന് ഇറങ്ങിട്ടോ. എന്താലേ ഒരു രക്ഷയില്ല ഇത്. ഇതൊക്കെ അടുത്ത് നിൽക്കുന്നതിനാണ് നമുക്ക് കളർ കറക്റ്റ് മനസ്സിലാവില്ല. ഇതെന്താ ഇവിടെ അറ്റൻഷനൊക്കെ ആയിട്ട് നിൽക്കണേ? വണ്ടി വരുന്നുണ്ട്, അതിനെ പിടി കൈ പിടിക്കാനായിട്ട് സമ്മതിക്കുകയോ ഇല്ല. അങ്ങനത്തെ ഒരു ടീമാട്ടോ നമ്മുടെ. ഇത് പറ്റി ഇവിടെ ഇങ്ങനെ കെട്ടണം. ഈ 2 കൈയും കൂട്ടി കെട്ടേണ്ടി വരും, എങ്കിലേ രക്ഷയുള്ളൂ. അതെ നിക്കണം. കുറച്ചും കൂടി വെയിലങ്ങ് പോയെങ്കിൽ കുറച്ച് കളർ നമുക്ക് കറക്റ്റ് അറിയാമായിരുന്നു. കുറച്ച് കുറഞ്ഞില്ലേ? ഇങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലേ? ഇങ്ങോട്ടൊക്കെ ഇപ്പിച്ച് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അത് ശരിക്കും വെയിലടിക്കുന്നുണ്ട് കേട്ടോ, വേറൊരു കളറ്. അപ്പം പോവല്ലേ? ഇവിടെ നിന്നാണെങ്കിൽ പോവാനും തോന്നുന്നില്ലല്ലോ ആൻസി അല്ലേ? പോലീസുകാർ വരുന്നുണ്ട് ഇവിടെ. അവരും സ്ഥലം കാണാൻ വേണ്ടി നിർത്തുന്നതാണ്, പൂക്കൾ കാണാൻ, അല്ലാണ്ട് വേറെ എന്തിനാ.
ഈ മരം നോക്കിയേ, ഇത് കുറച്ച് ക്ലിയർ ആക്കാൻ പറ്റുമോ നോക്കൂ. ഒരു രക്ഷയില്ല, കാണാൻ പറ്റില്ല കേട്ടോ. ആൻസി നീ എന്താ കാർക്കൂന്തലൊക്കെ അഴിച്ചിട്ട് നടക്കണേ? ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് എടുത്തതാ. ഓ, കാർക്കൂന്തൽ അങ്ങ് മുട്ടിന്റെ അവിടം വരെ ഉണ്ടല്ലോ. അതെന്റെ ഗതികേടും കൊണ്ട് പോയതല്ല. അതിനെ വലിയ ട്രോളാൻ നിൽക്കണ്ട. നിങ്ങൾ എന്നെ പ്രേമിച്ചിരുന്ന കാലത്തേ മുടി ഉണ്ടായിരുന്നില്ലേ? ട്രോളൊന്നും ഇല്ലാണ്ട് അതുമോ തൊട്ട് കളിക്കാൻ. നീ കൊച്ചിനെ തൊട്ട് കളിക്കും, റോട്ടിൽ കൂടി അത് തൊട്ട് പറയണ്ട. ലാസ്റ്റ് വണ്ടി വല്ലതും വന്ന നീ പോവാല്ലേ? ആൻസി പാട്ടിട്ട് കൊടുക്ക്, കൊച്ചു ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ? മുദ്ര ഉണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക്. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര ശ്രദ്ധിക്കും. മുദ്ര ഇങ്ങനത്തെ ഡാൻസ് ആണല്ലോ. ചേട്ടൻ ഡ്രോൺ എടുക്കാൻ പോകണം. നമുക്ക് മെല്ലെ പോവാല്ലേ? ചേട്ടൻ ഡ്രോൺ എടുക്കാൻ പോകണോ? അങ്ങനെ ചേട്ടൻ ഡ്രോൺ ഒന്ന് കടന്നു തരുമോ? അതിന്റെ ഒരു വിഷ്വൽസ് നമുക്ക് തരുമെന്ന് ചോദിച്ചാൽ. ഓ, മോഹൻലാലിന്റെ അപ്പം അങ്ങനെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞു. പുള്ളിയായിട്ട് നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അത് കുറച്ചും കൂടി കളറ് അല്ലേ? കോസ്റ്റ്യൂമൊക്കെ ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്തു, ഫോട്ടോ എടുക്കാനായിട്ട് ചെയ്ത കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. അലമ്പ് ഡ്രസ്സായിരുന്നു ഇത്രയും നേരം ഇട്ടോണ്ടിരുന്നത്. ആ ചേട്ടന്മാരുടെ ഫോട്ടോ എടുക്കാൻ പോവാം. ചേട്ടന്മാരുടെ ഫോട്ടോ എടുക്കാൻ നമുക്ക് പോയാലോ ആൻസി? നമുക്ക് ഇവിടുന്ന് വല്ല പോവാം. ഇത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കണ്ടോ കേട്ടോ. വല്ലാത്തൊരു സംഭവം തന്നെ. അപ്പൊ വരട്ടെ. ശരിക്കും ഉണ്ടല്ലോ, ഇവിടുന്ന് വേണമെങ്കിൽ താഴേക്ക് പോയാൽ മറയൂർ പോയാൽ നമുക്ക് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഇത് കാണാം. ചന്ദന ഫാക്ടറിയോ? ചന്ദനം കാണാം, ഫാക്ടറി ഒന്നും കാണാൻ പറ്റില്ല. മറയൂർ ചന്ദനം കാണാം. അത് പിന്നെ വേറെ കാര്യം, നമ്മള് ഇതിനു മുമ്പൊരു യാത്ര പോയതായിരുന്നു കേട്ടോ. മറയൂരൊക്കെ മൊത്തം നമ്മൾ കറങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പോവാത്തെ. ഇനി തിരിക്കാം. തിരിച്ചു പോകുമ്പോ കുറച്ചും കൂടി ഭംഗി കൂടിയോ? അതാ വെയിൽ, ഇത് ക്ലിയർ ആയി. ആ വെയിലിന്റെ പ്രശ്നമാണ് നമുക്ക് വീഡിയോ കിട്ടാത്ത. ഒന്നെങ്കിൽ രാവിലെ എടുക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം എടുക്കണം. ഓ, ഇപ്പൊ പൊളിച്ചല്ലേ? ഇപ്പൊ പൊളിച്ച് നല്ല ലുക്ക് ഉണ്ട്. ഈ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവരൊന്നും ഇതില് വരരുത്. ഞങ്ങൾ അതേ പറയുള്ളൂ. കാരണം നിങ്ങൾ ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് ആൾക്കാർ, അതെ നിങ്ങൾ ഇവിടെ വന്നാൽ പിന്നെ തിരിച്ചു പോവില്ല. ഈ റീൽസ് കാണുന്ന ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങോട്ട് വരരുത്. നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാണാനായിട്ട്. ഇപ്പൊ ലൈറ്റ്സ് ഒന്ന് കളറായി. കാരണം എന്താ, ഇപ്പോഴാണ് ലൈറ്റ് കറക്റ്റ് ആയത്. അപ്പൊ അടിപൊളിയായി, നല്ല ഭംഗി. നമ്മൾ എടുത്തത് മൊത്തം ഡിലീറ്റ് ആക്കേണ്ടി വരും. അതെ, ആദ്യം പോലെ ഒന്നുകൂടെ എടുത്താലോ? ഇവിടുന്ന് താഴേക്ക് വയ്ക്കേ, പക്കാ പൊളി. അങ്ങനത്തെ ഒരു വൈബ് സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടേക്കാണ് വരുന്നത്. അതെ, ഫോട്ടോ ഒക്കെ എടുക്കും. കൊള്ളാം. ക്യാമറ വെച്ച് ഫോട്ടോ ക്യാമറ വെച്ചല്ല ഈ മരം നോക്കി, നമ്മുടെ മുമ്പിൽ കാണുന്ന അതിങ്ങനെ അങ്ങോട്ട് എടുക്കേണ്ടി വരും. ആകാശത്തേക്ക് എടുക്കുമ്പോൾ കളർ ഒരു സുഖല്ല. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ പച്ചേന്റെ കൂടെ നിൽക്കുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ നമ്മള് ഈ വസന്തത്തോട് ബൈ പറഞ്ഞു പോവാണ്. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാണ്. അത് നല്ല തേയിലത്തോട്ടത്തിന് നടക്കുമ്പോ ഒരു വൈബ് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അതായത് തലയാർ ടീ ഫാക്ടറി അല്ല, സെയിൽസ്, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ചായ കിട്ടുമല്ലോ അല്ലേ? ഓ മൈ ഗോഡ്, അടിയിടിച്ചല്ലേ, വണ്ടി തെന്നിപ്പോണതാ പൊടിയായതുകൊണ്ട്. തിരിച്ച് കേറുവല്ലോ അല്ലേ? അല്ല, എനിക്കറിയില്ല, വൈബ് പോയിട്ട് എന്തൊക്കെ കേക്കണം ഗൈസ്. ഇതെല്ലാം ഞങ്ങള് കേക്കണം. ഇതൊക്കെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഒരു ചായ കുടിക്കാൻ എന്താ പണ്ട് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നൊരു മുട്ടായിയാ, മനസ്സിലായി? അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് പറയാം. ഞാൻ നൊസ്റ്റാൾജിയ ആയപ്പോഴേ മേടിച്ചതാ. ഇതൊക്കെ പണ്ട് നീ ഇതൊന്ന് കടിച്ചു പോകട്ടെ, എങ്ങനെയുണ്ടെന്ന്. കുറേ വാങ്ങുമായിരുന്നു പണ്ട്. കഴിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് കാണാനും ഒക്കെ. നല്ല ഭംഗിയുണ്ട്. ചായ ഉണ്ട്. ചായ അല്ല, എനിക്ക് കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കപ്പല്ല, നല്ല ചായ. കപ്പല്ല ഭംഗിയാണ്. അടിപൊളി കപ്പ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ടല്ലേ? ചൂടൊന്നുമില്ല. സമാധാനായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2 ബജ്ജിയും കൂടി പറഞ്ഞു കേട്ടോ. കായ് ബജ്ജി, മുളക് ബജ്ജി. സൂപ്പർ.
അരി തിന്നും, ചക്കക്കൊമ്പൻ ചക്ക തിന്നും. പക്ഷെ വേറൊരു കാര്യം അറിയോ, ഇത്രയും നേരം പൂവിന്റെ ഒക്കെ വീഡിയോ എടുത്ത് വലിയ ഷോ കാണിച്ച സ്ഥലല്ലേ, അവിടെയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് പടയപ്പ അടിച്ചു പൊളിച്ചത്. നമ്മൾ ഇത്രയും നേരം പടയപ്പേനെ സംസാരിച്ചല്ലേ വന്നത്. പടയപ്പ ഉണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മൾ പോയത് കുറച്ച് നേരം. ഇവിടെയൊക്കെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചായയുടെ എല്ലാം കഴിഞ്ഞ് വണ്ടി കയറിട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ ആൾക്കാർ ഇറങ്ങുന്നതിന് മുമ്പേ സ്റ്റാൻഡിൽ വണ്ടി എത്തിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിന് നേരെ മുന്നിലൊരു കുന്ന് ഞങ്ങൾക്ക് കാണാം. ആ കുന്നിൽ ഒരു 5-6 കാട്ടികളെ കാണാം. പക്ഷേ താഴേക്ക് ഇറങ്ങി വരാൻ ടൈം ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. കാട്ടീനെ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പടയപ്പനെ കൊണ്ട് അങ്ങനെയല്ല. കാട്ടീനെ കൊണ്ട് പ്രശ്നം ഇല്ലെന്നോ? ആര് പറഞ്ഞു? അല്ല, പ്രശ്നമില്ല എന്നല്ല, ആനയുടെ അത്ര പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്നാ പോവാൻ കേറ്. അപ്പൊ നമുക്കേ ഇവിടുന്ന് പെട്ടെന്ന് പോവാം. കാര്യം എന്താന്ന് വെച്ചാ, ഇവിടെയാണ് നമ്മുടെ പടയപ്പയും അല്ലാത്ത കുറെ ടീംസ് ഒരു 6-7 സ്ഥിരമായുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലായിടത്തും ബോർഡുകളുണ്ട്. കാട്ടാനകളുള്ള സ്ഥലമാണ്, ജാഗ്രത പുലർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ബോർഡുകൾ. അല്ല, ആൻസിക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോ അവിടെ ചോദിക്കും നമുക്ക് അവിടെ വണ്ടി സൈഡാക്കാന്നായിരുന്നു ആൻസിന്റെ ഒരു. പക്ഷെ ഈ പടയപ്പ ഇവിടെയാണ്, മൂന്നാറിലാണെന്ന് എനിക്കറിയാം. അത് നമ്മൾ പടയപ്പേനെ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കാര്യം എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ പുള്ളി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കുറച്ച് ഒരു വാഗനാർ അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോസ് ഒക്കെ വാഗനാറാണോ അതോ ആൾട്ടോ ആണോ? ആൾട്ടോ അങ്ങനെ എന്തോ, അതിലേതോ ഒരു വണ്ടിയാണ് അത് അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ പുള്ളി 2 ആഴ്ചത്തേക്ക് വിശ്രമത്തിന് പോയേക്കുവാ. ഇനി 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ ഇപ്പൊ. ഇനിയിപ്പോ എപ്പോഴാണ് പുള്ളി ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ നാട്ടുകാർക്കൊക്കെ പുള്ളിനെ മിസ് ചെയ്ത് തുടങ്ങിയത്. ചേട്ടൻ നല്ല കൂളായിട്ട് എന്നിട്ട് പറയണം കേട്ടോ. ഓരോ പഞ്ചായത്തിന് ഓരോ ആനകളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇതൊക്കെയാണ് പടയപ്പയാണ് ഞങ്ങളുടെ. ഇനി അപ്പുറത്തേക്ക് പോയ ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അത് ഓരോ പഞ്ചായത്തിന് ഓരോ ആൾക്കാരെ ഇതായിട്ട് ഞങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. ഇതില് രസം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് മാത്രമേ ഈ റോട്ടിൽ കാണുന്നുള്ളൂ. നമ്മളെ ഒരു വണ്ടി അല്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നതിൽ നമ്മൾ മാത്രമാണ് ഉള്ളൂ. തീർച്ചയായിട്ടും പുള്ളി പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം, അങ്ങോട്ട് പോകുമ്പോ ചിലപ്പോ വഴികളിലൊക്കെ ഉണ്ടാവാം, സൂക്ഷിച്ചു പോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് പേടി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മൂന്നാർ പിടിക്കാം. പെട്ടെന്ന് പോകാൻ ഇപ്പോഴാണ് ഇവിടെയൊക്കെ പുറത്തിറങ്ങി നിൽക്കേണ്ടത്. നല്ല തണുപ്പ്. ആ വേനൽക്കാലം എന്ന് പറഞ്ഞാലും മൂന്നാർ തണുപ്പുണ്ട് കേട്ടോ. ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറയാ, നിങ്ങള് ഇത്രയും ചൂടുള്ളപ്പോഴാണ് മൂന്നാറിന് പോണത്, അവിടെയും ഭയങ്കര ചൂടാണ് മണ്ടന്മാരെ. ചൂടില്ല, പകല് ചൂടുണ്ട്, പക്ഷെ രാത്രി അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. അപ്പൊ നമുക്ക് പോവാം. നമ്മളിപ്പോ ലൈവായിട്ട് നമ്മള് എന്തിനെ കണ്ടു? കാട്ടിനെ കണ്ടു. പക്ഷെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കുറച്ച് മേളിലായിട്ട് നമ്മുടെ കണ്ണിന്റെ അത്ര സൂമിങ് നമ്മുടെ ഫോണിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. നമുക്ക് പെട്ടെന്ന് മൂന്നാർ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഇവിടെയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ ഒരു പേടി. അപ്പൊ നമുക്ക് വേഗം പോവാം. അപ്പൊ അങ്ങനെ ഞങ്ങള് നമ്മുടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ വണ്ടി സൈഡാക്കി അല്ലേ. അപ്പൊ അങ്ങനെ പൂക്കളുടെ വസന്തങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചെത്തി, വണ്ടി സൈഡാക്കി. അതെ. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളുമായിട്ട് വരുന്നോടം വരെ ബൈ. നല്ല അടിപൊളി തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല.